സിപിഎം ഇതുവരെയും പരാജയത്തെക്കുറിച്ച് അങ്ങനെ വിമർശനാത്മകമായി സംസാരിക്കുന്ന നേതാക്കൾ അവരുടെ പ്രതികരണങ്ങൾ കാര്യമായി വന്നിട്ടില്ല. അതേസമയം സെബാസ്റ്റ്യൻ പോളിന്റെ പ്രതികരണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലുണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ല, അത് പിണറായി വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതിഫലനം എന്നാണ് സെബാസ്റ്റ്യൻ പോളിന്റെ ഇന്നത്തെ മാതൃഭൂമി ന്യൂസിനോടുള്ള പ്രതികരണം. നിയന്ത്രണത്തിന് വിധേയനായി പ്രവർത്തിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറിക്ക് പോലും മുഖ്യമന്ത്രി തിരുത്താൻ കഴിഞ്ഞില്ല എന്നും സെബാസ്റ്റ്യൻ പോൾ രൂക്ഷമായി വിമർശിക്കുകയാണ്. എല്ലാറ്റിനും കാരണഭൂതനായി ഒരാൾ, ആളല്ലാതെ മറ്റൊരാളില്ല. അത് 10 പ്രമാണങ്ങളിൽ പറയുന്നുണ്ട് മോശയുടെ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായിക്കൂടാ എന്ന്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലപാടല്ല. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഏറ്റവും ഒരു 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 അശ്ലീല ചുവയുള്ള പ്രസ്താവനയാണ്. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളോടാണല്ലോ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ജനം ആ മുഖ്യമന്ത്രിയോട് ഇപ്പം എന്താ പറഞ്ഞത്? വീട്ടിൽ പോയിരുന്നാൽ മതി. അമിതാധികാരത്തിൽ സ്വയം ആഹ്ലാദിക്കുന്ന, സായുജ്യമടയുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നു. 10 വർഷത്തെ ഭരണം കൊണ്ട് സംഭവിച്ചത് അതാണ്. അല്ല, നമ്മൾ എവിടെയാണെങ്കിലും വലിയ ജനാധിപത്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ കാര്യങ്ങൾ, പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണും. ഞാൻ പരാജയം സമ്മതിക്കുന്നു എന്നെങ്കിലും പറയും. അതിന് പോലും തയ്യാറാവാതെ ഞാൻ ആരോടും ഒന്നും പറയില്ല, മിണ്ടില്ല, ഞാൻ രഹസ്യമായി തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മളങ്ങനെ വിശ്വസിക്കും. ശ്രീ എം ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ നമുക്കൊപ്പമുണ്ട്. ശ്രീ ജയചന്ദ്രൻ, അങ്ങ് ഒട്ടേറെ മുഖ്യമന്ത്രിമാരുടെ കാലത്ത് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അടുത്ത് നിന്ന് രാഷ്ട്രീയത്തെ കാണുകയും നിരീക്ഷിക്കുകയും അവരുമായൊക്കെ ഇടപെടുകയും ചെയ്താലോ ഇങ്ങനെ ഒരു ധാർഷ്ട്യം ഈ തോറ്റു കഴിഞ്ഞാലും മറുപടി പോലും പറയാതിരിക്കൽ അത് പ്രധാന ചോദ്യമല്ലേ? ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് വളരെ പ്രസക്തമാവുകയല്ലേ? കേൾക്കാമോ? കേൾക്കാം. ഹലോ, അങ്ങേ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ രതീഷ്? കേൾക്കാം. അങ്ങേ കേൾക്കാമോ? ഹലോ 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 ഹലോ. ശരി, അങ്ങയിലേക്ക് എത്താം. അങ്ങേക്ക് അത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ധൈര്യപൂർവം ഒരാൾ പ്രതികരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രീതി ശരിയായിരുന്നില്ല, തോറ്റു കഴിഞ്ഞപ്പോഴും മാന്യമായി വോട്ടർമാർക്ക് നന്ദി പറയണ്ടേ, തോൽവി അംഗീകരിക്കേണ്ടേ? ആ ചോദ്യമൊക്കെ വളരെ പ്രസക്തമല്ലേ? ഈ ഭരണത്തിലിരിക്കുമ്പോൾ ഉപജാപക വൃന്ദവും പ്രീതിപ്പെടുത്തുന്നവരുടെയും ചുറ്റുവട്ടത്തായിരുന്നു മുഖ്യമന്ത്രി എന്ന് കരുതാം. പക്ഷേ തോറ്റു കഴിഞ്ഞും യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ? നല്ല നിലയിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ, തിരുത്തലുകൾ CPM നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കണോ? നോക്കൂ ശ്രീ രതീഷ്, അതായത് ഒരു 10 വർഷം ഭരണത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി തോൽവി ഉണ്ടായ ശേഷം ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് തോറ്റത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം പിന്തുണച്ച ജനങ്ങൾക്ക് നന്ദി, അല്ലെങ്കിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക്, ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി എങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊരു പത്രസമ്മേളനം നടത്തണ്ടേ? പത്രസമ്മേളനം അദ്ദേഹം നടത്താറില്ല, ഒരു കാലത്തും നടത്താറില്ല. അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്നേ വരെ വന്നിട്ടില്ല. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടി എന്തൊക്കെയോ പറഞ്ഞു, അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് തോറ്റതെന്ന് വിശദീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്നും, എനിക്ക് എപ്പോ വരുന്നുണ്ട് കേട്ടോ, അവരുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കം പ്രതീക്ഷിക്കേണ്ട. പക്ഷെ വിഷയം എന്താ വെച്ചാല്, ഇപ്പൊ പലരും ഈ വിഷയം മുഖ്യമന്ത്രി തോറ്റ ശേഷം, അതായത് പാർട്ടിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇത്രയും വലിയ ഭീമമായ തോൽവിക്ക് ശേഷം പല സുഹൃത്തുക്കളും, അതായത് മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തെ ഒരു കാലഘട്ടത്തിലൂടെ ഒരു തിരനോട്ടം നടത്തുന്നുണ്ട്. അവര് പലരും സെബാസ്റ്റ്യൻ പോൾ ഇന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെ നിന്നു എന്ന രീതിയിൽ പറഞ്ഞല്ലോ. വലിയൊരു വിമർശനമാണ് സെബാസ്റ്റ്യൻ പോൾ. അദ്ദേഹം 2 തവണ രണ്ട് ടേമിൽ ലോക്സഭാ അംഗമായിരുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ പോൾ. CPM സഹയാത്രികനായിരുന്നു. വളരെ അടുത്ത ബന്ധം CPM പുലർത്തിപ്പോന്ന ഒരാളാണ് അദ്ദേഹം. ഒരു ഘട്ടത്തില് എറണാകുളത്ത് തൃക്കാക്കര തന്നെയാന്ന് തോന്നുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷം അന്ന് പാർട്ടി ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നേ വരെ സെബാസ്റ്റ്യൻ പോളിന്റെ കൈ കിട്ടിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. അപ്പൊ അതൊക്കെ അനുഭവിച്ച ഒരാളാണ് സെബാസ്റ്റ്യൻ പോൾ. അപ്പൊ അങ്ങനെ ആ സെബാസ്റ്റ്യൻ പോൾ പറയുകയാണ്, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിയെ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞാൽ ഇതിലും വലിയ വിമർശനം വേറെ ഇല്ല
എന്ന് വെച്ചാൽ അത്രയും സെബാസ്റ്റ്യൻ പോളിന്റെ പ്രസ്താവന സെബാസ്റ്റ്യൻ പോളിൽ ഒതുക്കേണ്ട ഒന്നല്ല, അത് കേരളത്തെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതികരണമായിട്ട് കണക്കാക്കണം. പക്ഷേ സാധാരണ ചിന്തിക്കുന്ന വിഭാഗം ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, അങ്ങനെ എന്തുകൊണ്ടും CPM-ഓ അല്ലെങ്കിൽ CPM-നെ ഒപ്പം നിൽക്കുന്നവരോ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ബൗദ്ധികമായി ഒരു പടി മുകളിലാണ് എന്ന് SFI-ക്കാർ പോലും പറയാറുണ്ട്. ബൗദ്ധികമായി ഞങ്ങൾ ഒരു പടി മുകളിലാണ് എന്ന ഭാവമുണ്ടല്ലോ, ഞാൻ എന്ന ഭാവം. ഇപ്പോൾ മറ്റാർക്കും ഇത് പറയാൻ തോന്നാത്ത എന്താണ്? ഒരു സെബാസ്റ്റ്യൻ പോളിൽ മാത്രമായി ഇത് ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം നിരീക്ഷണങ്ങൾ പുറത്തു പറയാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ 10 വർഷത്തെ ഭയം ഇപ്പോഴും തുടരുകയാണോ? അതിനിയും തുടരുമോ? അതോ പാർട്ടിയിൽ തിരുത്തലോ അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങളോ ഉണ്ടാകുമോ? അതായത് മറ്റുള്ളവർക്കൊക്കെ ഭരണകാലത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇടതുപക്ഷത്തുള്ള സുഹൃത്തുക്കൾ, അവരിപ്പോഴും വാഴ്ത്തുപാട്ടായിട്ട് നടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സെബാസ്റ്റ്യൻ പോൾ എൻ്റെ അറിവിൽ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറെ കാലമായിട്ടുണ്ടായിരുന്നില്ല. ഈ സെബാസ്റ്റ്യൻ പോളിന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പിണറായി വിജയനെ ഭയമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലാണ് ആ ഭയം എന്ന് എനിക്കറിയില്ല. അതേസമയം ഇപ്പോഴും വാഴ്ത്തുപാട്ട് നിന്നിട്ടില്ല. ഈ തോൽവി ഉണ്ടായിട്ടും വാഴ്ത്തുപാട്ട് നിന്നിട്ടില്ല. തോറ്റതിനെ ഇത് അനർഹമായ തോൽവിയാണെന്നല്ലേ M സ്വരാജ് പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവരുടെ ധാരണ ഇന്നിപ്പം ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ കേട്ട് ഭരണവിരുദ്ധ വികാരമല്ല ഉണ്ടായെന്ന്. പിന്നെ എന്ത് വിരുദ്ധ വികാരം ഉണ്ടായത്? ഒരു ഭരണത്തെ എടുത്ത് തൂത്തെറിയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഭരണത്തോടല്ല എതിർപ്പ്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടാണ് എതിർപ്പ്. ഏതെങ്കിലും സർവേയിൽ ഉണ്ടായിരുന്നോ? അപ്പൊ നോക്കൂ, സുകുമാരൻ നായരെ പോലുള്ള NSSന്റെ നേതാക്കളെ പോലും ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് മാറ്റി അയ്യപ്പ സംഗമം നടത്തിയിട്ട്. അന്ന് NSS പറഞ്ഞത് നിലപാട് തിരുത്തിയതുകൊണ്ടാണെന്നാണ്. ആ അയ്യപ്പ സംഗമത്തിൽ മാത്രം എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറയുകയാണ് ഭരണത്തിനെതിരായ വിരുദ്ധതയല്ലാന്ന്. അപ്പൊ ഇവരൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. പക്ഷെ ഒരു കാര്യം, സീറ്റിൽ ഒലിച്ചു പോയിട്ടും മുഖ്യമന്ത്രി 6 റൗണ്ട് പിന്നിൽ നിന്നിട്ടും ഭരണവിരുദ്ധ വികാരമല്ല എന്നെങ്ങനെ പറയും? 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്നാണ് പ്രതിപക്ഷ പറഞ്ഞത്. പക്ഷേ ആ കണക്കിൽ അല്പം തെറ്റിപ്പോയിട്ടുണ്ട്. 1 ഡസൻ മാത്രമല്ല, +1 കൂടിയാണ്. 13 മന്ത്രിമാർ തോറ്റു. അതല്പം കൂടിയ കണക്കുമാണ്. ഇത് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇവർക്കൊക്കെ എന്താണ് നേരം വിളിക്കുക എന്ന് സ്വാഭാവികമായും പൊതുജനവും ആലോചിക്കില്ലേ? അതിൽ ഈ മാധ്യമപ്രവർത്തകരടക്കമില്ലേ? ഇപ്പോൾ വോട്ടെണ്ണലിന്റെ തലേ ദിവസവും ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല, ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ വികാരമില്ല, അങ്ങനെ ഒരു നറേഷൻ ബോധപൂർവ്വം സൃഷ്ടിക്കും. ഇതൊരു മാറിയ PR കാലത്തിന്റെ ജോലി കൂടി, അതിന്റെ പ്രതിഫലനം കൂടി ഉണ്ടോ? ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരണങ്ങളിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ? NSS ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ കോൺഗ്രസിലെ ചില നേതാക്കളോട് അദ്ദേഹത്തിന് വിരോധമുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിന്റെയൊക്കെ ഘട്ടമായിരിക്കും. രതീഷ്, ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കേരളത്തിലെ NSS-ഉം SNDP നേതൃത്വമൊക്കെ വളരെ ശക്തമാണ്, അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പില് സമുദായ നേതാക്കൾക്കോ അതുപോലെ മറ്റേതെങ്കിലും സഭകൾക്കോ ഒരു തരത്തിലുള്ള ഇടപെടലോ സമ്മർദ്ദമോ ചെലുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ആർക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലോ മന്ത്രിമാരാരെന്ന കാര്യത്തിലോ അന്ന് ഇവർക്ക് അഭിപ്രായം പറയാനുള്ള സത്യത്തിലുള്ള അവകാശം പോലും ഇല്ല. കാരണം അത്രയും മതനിരപേക്ഷമായ ഒരു വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന മുന്നണിയാണ് UDF. ശരി, അക്കാര്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിനും UDF-നും മുന്നോട്ട് പോകാം. ഒരു വർഗീയ സംഘടനകൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനകൾക്ക് മുമ്പിലോ ഏതെങ്കിലും വർഗീയ അർത്ഥത്തിലോ ഒന്നും ഒത്തുതീർപ്പിനില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിലേക്ക് പോയതും ഈ വലിയ വിജയം നേടിയത്. അപ്പോൾ അത്തരം ഇക്വേഷൻസ് ഒക്കെ അപ്രസക്തമായി മാറുന്ന, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റുകൾ ലഭിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ലീഗ് ശക്തിപ്പെട്ടു, ലീഗിന്റെ ഭരണമായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ യഥാർത്ഥത്തിൽ ശ്രീ ജയചന്ദ്രൻ അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ലീഗ് ശക്തിപ്പെട്ടു, ലീഗായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ലീഗ് ഒന്ന് ഒതുങ്ങുകയല്ലേ? കാരണം ഏറെക്കുറെ ലീഗിനേക്കാൾ 3 ഇരട്ടി സീറ്റുണ്ട് ഇത്തവണ കോൺഗ്രസിന്. നേരത്തെ 5-ാം മന്ത്രിയൊക്കെ വന്നത് ലീഗിനേക്കാൾ ഇരട്ടി സീറ്റ് മാത്രമുള്ളപ്പോഴാണ് കോൺഗ്രസിന്. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെതായ ഒരു ഭരണം വരാൻ പോകുന്നു. അതേസമയം പ്രതിപക്ഷത്തെ ആര് നയിക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ടല്ലോ. അങ്ങയുടെ നിരീക്ഷണം എന്താണ്? കേൾക്കാം, അങ്ങ് പറയൂ. കേൾക്കാം. ഹലോ 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 കേൾക്കാം, അങ്ങ് പറയൂ. കേൾക്കാം 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 അതിപ്പോ പിന്നെ ലീഗിന്റെ കാര്യമല്ലേ താങ്കൾ പ്രധാനമായി ചോദിച്ചത് ഇപ്പൊ എന്നോട്, അല്ലേ? ലീഗിന്റെ കാര്യമാണ് ആദ്യം ചോദിച്ചത്. അതേസമയം തന്നെ മുഖ്യമന്ത്രി കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം നിൽക്കുകയാണ്, അക്കാര്യങ്ങളിൽ ചർച്ച നടക്കുകയുമാണ്. അതേസമയം ലീഗ് സത്യത്തിൽ കോൺഗ്രസിനേക്കാൾ 3-1, ഏറെക്കുറെ 3-1 സീറ്റേ ഉള്ളൂ. പഴയതുപോലെ പകുതി ബലമൊന്നുമില്ലല്ലോ. അപ്പോൾ ശക്തിപ്പെട്ടു, കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം എന്നൊക്കെ പറയുമ്പോഴും ലീഗിനപ്പുറത്തെ കോൺഗ്രസിന്റെ തന്നെ ഒരു സർക്കാരല്ലേ വരുന്നത്?
അതെ, ലീഗിന്റെയും കൂടെ ചേർന്നിട്ടുള്ള സർക്കാരാണ് വരുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത്. പക്ഷേ രതീഷ്, അവിടെ അല്ല പ്രശ്നം, അവിടെയല്ല. ഇതെന്താണെന്നറിയാമോ? ഈ വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ ആകെ മലപ്പുറത്ത് നിന്ന് വിമർശിച്ചു, അല്ലെങ്കിൽ മലപ്പുറത്തെ പറ്റി വിമർശിച്ചു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. എന്താണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് തിരിഞ്ഞോട്ടമില്ല, അത് പറയുകയുമില്ല. ഞാൻ പക്ഷെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ തന്നെ. ഇപ്പോഴും അത് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും അതിന് മുമ്പിലത്തെ ഗവൺമെന്റ്, രണ്ട് പിണറായി സർക്കാരുടെയും കാലത്ത് 2019 അന്നത്തെ ലീഗ് MLA ആയിരുന്ന KN ഖാദറും 2025 കഴിഞ്ഞ സർക്കാരിൽ MLA ആയിരുന്ന കുറുക്കോളി മൊയ്തീനും 2 പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് നിയമസഭയിൽ. രണ്ടിന്റെ ഉള്ളടക്കം ഒന്നാണ്. പിന്നെ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ കൂടിയിരിക്കുന്നു, പ്രാദേശികമായ ഒരുപാട് നമ്മൾ ആ ചോദ്യത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു ഭാഗത്തേക്കാണ്. നമ്മൾ അതിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകും? പിണറായി കേരളത്തെ നയിക്കുമോ? എന്തുകൊണ്ടാണ് പിണറായി മിണ്ടാത്തത് തോൽവിയിൽ? അല്ല, താങ്കൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ താല്പര്യമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് താല്പര്യമുണ്ട്. എന്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് എനിക്കത് പറഞ്ഞേ കഴിയൂ. അപ്പൊ അതുകൂടെ പറയാതെ എനിക്ക് പൂർത്തിയാക്കാനും കഴിയില്ല. അപ്പോ അത്തരത്തിൽ പുതിയ മന്ത്രിസഭയിൽ ലീഗ് വരുമ്പോ മലപ്പുറം ജില്ല രണ്ടാക്കണമെന്നുള്ള ആവശ്യം ഉയരാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്. കാരണം മലപ്പുറം ജില്ലയിലെ പ്രാദേശിക സർക്കാരുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാദേശിക സർക്കാരുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. അതായിരുന്നു LDF സർക്കാരുകളുടെ നിലപാട്. ആ നിലപാടിന് വിരുദ്ധമായി ഒരു പുതിയ ജില്ല രൂപീകരിച്ചാൽ അതൊരു പുതിയ അധികാര കേന്ദ്രത്തിനുള്ള അവസരമായിട്ട് തന്നെ ലീഗ് എടുക്കുമെന്ന് ആർക്കാണ് അറിയാത്തത്? അവിടെയാണ് 2 ജില്ല വരുമെന്നാണോ? അല്ല, അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ നിൽക്കാം. നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പൊ 2 ജില്ല വരും, മലപ്പുറത്തെ വിഭജിക്കാൻ പോകുന്ന ലീഗ്, ഇത് UDF സർക്കാർ വന്നാൽ എന്നതാണോ പുതിയ നരേഷനാണോ? എന്താണത്? നരേഷനല്ലെന്നേ, അതാണ് അത് സംബന്ധിച്ചുള്ള പിന്നെ മുൻപ് തന്നെയുള്ള ബേസിക് ഇഷ്യൂ ആയിട്ട് വന്ന അതാണ്. അങ്ങനെ മലപ്പുറം ജില്ല വീണ്ടും വിഭജിച്ചാൽ 15ാമതൊരു ജില്ല ഉണ്ടായാൽ ആ 15ാമത് ജില്ല എന്ന് പറയുന്നത് അധികാര കേന്ദ്രമാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ അധികാര കേന്ദ്രമായിട്ട് തന്നെയാണ് അത് മാറുക. അതിനോട് വിയോജിപ്പുണ്ട്. ആ രാഷ്ട്രീയമായ വിയോജിപ്പ് തന്നെയാണ് പല രൂപത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ അന്നത്തെ സർക്കാർ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 2 ഘട്ടത്തിലും 2019 2025 അങ്ങനെ പുതിയൊരു ജില്ല രൂപീകരിക്കാൻ ഉദ്ദേശമില്ല എന്നും അവിടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രാദേശിക സർക്കാരുകളെ, പഞ്ചായത്തുകളെ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് അത് പരിഹരിക്കേണ്ടതെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. ഇതാണ് നിയമസഭയിൽ കൊടുത്ത മറുപടി. അതായത് ലീഗിനെ അറ്റാക്കിയത് മലപ്പുറം എന്നതും ലീഗിനെയും അറ്റാക്കിയത്, അതായത് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ അതിൽ നിന്ന് തിരുത്തലല്ല, ആ ആംഗിളിൽ തന്നെ വിമർശിച്ച് പുതിയ സർക്കാരിനെതിരെയും മുന്നോട്ട് പോകുക എന്നതാണോ ഇപ്പോഴത്തെ ഒരു ധാരണ, ആദ്യ ധാരണ തോൽവിക്ക് ശേഷം? അല്ല, ഇത് CPM നേതാക്കൾ ആരെങ്കിലും അല്ലെ LDF നേതാക്കളെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഇത് ജയചന്ദ്രൻ എന്ന വ്യക്തി, ഞാൻ സാധാരണക്കാരനാണ്, നേതാവൊന്നുമല്ലല്ലോ, അറിയാമല്ലോ, ഒരു മാധ്യമ പ്രവർത്തകൻ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായത്. ഈ കാര്യം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെ ഈ പ്രശ്നം വന്ന അന്നും പറയും. ജയചന്ദ്രൻ എന്ന മാധ്യമപ്രവർത്തന നിലയിൽ അങ്ങേക്ക് ദീർഘകാലത്തെ അനുഭവമുണ്ടല്ലോ. ഇങ്ങനെ സ്തുതിപാഠക വൃന്ദം വല്ലാതെ കുഴപ്പത്തിലാക്കി ഏതെങ്കിലും മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും നേതാവ് കേരളത്തിൽ ഉണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് തോൽവി കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഒരു പ്രതികരണം പോലും വരാത്തത്, മുഖ്യമന്ത്രി 6 റൗണ്ട് പിന്നിൽ നിൽക്കേണ്ടി വന്നത്? അങ്ങയുടെ ഈ ദീർഘകാലത്തെ എക്സ്പീരിയൻസിൽ അക്കാര്യത്തിലെ നിരീക്ഷണം എന്താണ്? ഇനി പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുമോ? അതെ രതീഷ്, അത് പറയാൻ തന്നെയാണ് താങ്കൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യവും അന്നേരം കണക്ഷൻ വരാതിരുന്നതും ഒക്കെ കൊണ്ടാണ് ഞാൻ അത് പറയാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിലൊരു സംശയമില്ലാതെ തന്നെ മറുപടി പറയാം. എന്താ തർക്കം എന്താ? ഈ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനോട് ഒരു നഖത്തിന്റെ നീളം പോലും ഞാൻ യോജിക്കില്ല. അത് തീർത്ത് പറയാം കേട്ടോ. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞാൽ അർത്ഥരഹിതമായ കാര്യമാണ്. അത് അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞ പോലെ അർത്ഥരഹിതമായ കാര്യം കൂടിയാണ് പറഞ്ഞത്. കാരണം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സെബാസ്റ്റ്യൻ പോൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത്. അത്ര പിണറായി വിജയൻ എന്ന നേതാവിനെ മനസ്സിലാക്കുന്നതല്ല, പിണറായിയെ ജനങ്ങൾ, വോട്ടർമാർ മനസ്സിലാക്കിയെന്നല്ലേ ഇപ്പൊ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്? പിണറായി വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ പിണറായി കിട്ട മാർക്കാണ് എന്നാണ് സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അതിനെ യോജിക്കാൻ കഴിയില്ലേ? അത് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ചോദ്യം എന്നോട് ചോദിക്കുകയും ചെയ്തല്ലോ രതീഷ്. അത് കഴിഞ്ഞ് മറുപടി ഞാനല്ലേ പറയേണ്ടത്. അപ്പൊ എന്നെ മറുപടി പറയാൻ അനുവദിക്കാതെ നിങ്ങൾ എന്തിനാണ് വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള സമയം തരണം എനിക്ക്. അതല്ലാതെ വെറുതെ അദ്ദേഹത്തിനെ, സെബാസ്റ്റ്യൻ പോളിനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവന്നിട്ട് കാര്യവുമില്ല.
അതല്ലേ ഇത് യാഥാർത്ഥ്യ ബോധവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എനിക്കതിൽ സംശയമുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടപെട്ട് ചോദിക്കുന്നത്. അല്ല, എനിക്ക് യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തതാണെങ്കിൽ താങ്കൾ ഭംഗിതരാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ ആക്ഷേപിച്ചല്ല. അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ അല്ല. പക്ഷെ ഈ പിണറായിക്കെതിരായ വോട്ടല്ലേ? അല്ല, താങ്കൾ അങ്ങനെ ആക്ഷേപിച്ചാൽ പോലും, താങ്കൾ തന്നെ ആരും ആക്ഷേപിച്ചാൽ പോലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അത്രയുള്ള എന്റെ നിലപാട്. അല്ല, ഒരിക്കലും അങ്ങേന്നല്ല ആരെയും വ്യക്തിപരമായി മാതൃഭൂമി ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിൽ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു പിണറായി വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതിഫലനം. അത് അല്ലേ യാഥാർത്ഥ്യബോധം എന്നതാണ് എന്റെ ചോദ്യം. അല്ലെന്ന് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ ന്യായങ്ങളില്ലേ രതീഷേ? അല്ലെന്ന് പറയാൻ ഞാനിവിടെ അല്ല എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ന്യായങ്ങൾ, എന്റെ ആർഗ്യുമെന്റ് എന്താണ് എന്ന് കേൾക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. ഉറപ്പായും പറയൂ. അങ്ങ് പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഇടപെടൂ. അങ്ങ് പറയൂ. അതെ, ഹസൻ ആങ്കർ കേൾക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെബാസ്റ്റ്യൻ പോളിനെ ഞാൻ പരിപൂർണമായി തള്ളി പറയുന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ അതോടെ പറയണമല്ലോ. എന്തുകൊണ്ടെന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി എന്ന വ്യക്തിയെ അറിയാൻ വയ്യാത്ത ആളാണ് സെബാസ്റ്റ്യൻ പോൾ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് അദ്ദേഹം സെബാസ്റ്റ്യൻ പോളുമായിട്ട് എനിക്ക് സൗഹൃദമേ ഉള്ളൂ. അത് വേറെ കാര്യം, സൗഹൃദത്തിന്റെ കാര്യം വേറെയാണല്ലോ. പക്ഷേ പിണറായി വിജയൻ, ഇനി താങ്കൾക്കും വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും പറയാം, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും പാർട്ടിക്ക് കീഴ്പ്പെട്ടൊരു മനുഷ്യനാണ്. അതാദ്യം മനസ്സിലാക്കണം. അതറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല സെബാസ്റ്റ്യൻ പോൾ. എല്ലാവർക്കും, പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും, ഇടതുമുന്നണിയായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, പാർട്ടിക്ക് വിധേയനായി മാത്രം നിലകൊള്ളുന്ന ആളാണ് പിണറായി വിജയൻ. പാർട്ടിക്ക് മുകളിലേക്ക് അദ്ദേഹം ഒരു തീരുമാനവും ഒരു നിലപാടും ഒരു കാഴ്ചപ്പാട് പോലും ആരും അടിച്ചേൽപ്പിക്കാറില്ല. പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അന്തിമമാണെന്ന് വിശ്വസിക്കുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, തോറ്റു കഴിഞ്ഞപ്പോ റിവ്യൂ നടത്തി സ്റ്റേറ്റ് കമ്മിറ്റി നടത്തിയ റിവ്യൂവിലാണ് പറയുന്നത് ഭരണപരവും രാഷ്ട്രീയ സംഘടനാപരവുമായ തിരുത്തലുകൾ വേണം. ഏതൊക്കെ രംഗത്ത് തിരുത്തൽ വേണം അതൊക്കെ അത് പറയുന്നുണ്ട്. ഗവൺമെന്റ് സർക്കാർ കുറെ തിരുത്തലുകൾ വരുത്തി. DA കുടിശ്ശികയും പുതിയ പെൻഷൻ സ്കീമും പഴയ പെൻഷൻ സ്കീമിന്റെ റിവിഷനും ഒക്കെ ആയിട്ട് കുറെ പുതിയ കാര്യങ്ങൾ വന്നു. പക്ഷെ ഭരണപരമായ തിരുത്തൽ അങ്ങനെ വന്നെങ്കിലും രാഷ്ട്രീയവും സംഘടനാപരമായ തിരുത്തലുകൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂവിന്റെ ആ ഭാഗം ഒരു ജില്ലാ കമ്മിറ്റിയിൽ നടപ്പാക്കപ്പെട്ടില്ല. അതറിയാമോ? അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ എലക്ഷൻ. അപ്പൊ അതിനുശേഷം വന്ന എന്താണ്, ശബരിമലയിൽ ഉൾപ്പെടെ സ്വർണ്ണ കവർച്ചാ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ വിമർശന വിധേയരായ പത്മകുമാർ അടക്കമുള്ള ആൾക്കാരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ ഒക്കെ ഉണ്ടായ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. അതിന് പിന്നാലെയാണ് G. സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയുള്ള തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നത്. അതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണന്റെ നെപ്പോട്ടിസം ആരോപണം വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അതത് ജില്ലാ കമ്മിറ്റികളാണ് നിലപാട് സ്വീകരിക്കേണ്ടത്, CPM-ന്റെ അല്ല AK സെന്റർ പോലും അല്ല. പക്ഷേ AK സെന്ററിനെ നയിക്കണം, നിയന്ത്രിക്കണം. ആ നയിക്കാനോ നിയന്ത്രിക്കാനോ ജില്ലാ കമ്മിറ്റികളിലേക്ക് ഇടപെട്ട സംഘടനാപരമായി വരുത്തേണ്ട തിരുത്തലുകൾ വരുത്താനോ തയ്യാറാവാതിരുന്നതിന്റെ ഗുരുതരമായ ഫലം ജനങ്ങൾ കാണിച്ചത്, ജനങ്ങൾ പാർട്ടിയെ തോൽപ്പിച്ച് ശിക്ഷിക്കുകയാണ് ചെയ്തത്. തോൽവിയല്ല, അത് ശിക്ഷയാണ്. കാരണം തിരുത്തണം. അപ്പം ഇന്നും പോയല്ലോ, കുറച്ചു മുമ്പ് മാതൃഭൂമി ന്യൂസിൽ കാണിച്ചില്ലേ, TK ഗോവിന്ദൻ കോടിയേരിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അത് അത്തരത്തിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ സമ്പൂർണമായ തകർച്ചയിൽ നിന്ന് വന്ന വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നുള്ളത്. ഞാൻ സെബാസ്റ്റ്യൻ പോൾ പറയുന്നതിനെ അതുകൊണ്ടാണ് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതും. അല്ല, പാർട്ടി സെക്രട്ടറിക്കാണോ മുഖ്യ റോൾ? പാർട്ടിക്കാണ്. പാർട്ടി സെക്രട്ടറി എന്ന് അതിനകത്ത് ഒരാളാണ്. പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, ഒരാളല്ല. കോടിയേരി മരിച്ചപ്പോ എന്താണ് പിണറായി പറഞ്ഞത്? അപരിഹാര്യമായ നഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ കൂട്ടായി അത് മറികടക്കാൻ ശ്രമിക്കും. അത് നേരത്തെ വലിയ നേതാക്കളൊക്കെ മരിക്കുമ്പോഴും ചെറിയ നേതാക്കൾ മരിക്കുമ്പോഴും പാർട്ടി അങ്ങനെയാണ്, കൂട്ടായ നേതൃത്വം കൂടിയാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം ശ്രമം വിജയിക്കുന്നുള്ള പിന്നീടുള്ള കാര്യമാണ്. അങ്ങനെയാണ് രീതി, സംഘടനാ രീതി അങ്ങനെയാണ്. ആ സംഘടനാ രീതി ഇവിടെ പരിപൂർണമായി കൈയൊഴിഞ്ഞു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം നിൽക്കുന്നത്. അതിന് വളരെ ഗുരുതരമായ ഈ പ്രശ്നത്തിന് ഈ വളരെ അടിസ്ഥാനപരമായി അഗാധമായി തന്നെ ആ പ്രശ്നം വിലയിരുത്തി പരിഹരിക്കുന്ന നടപടികൾ പാർട്ടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഭാവി ശോഭനമല്ല. അത് തന്നെയാണ് കാണുന്നത്. അക്കാര്യത്തിൽ തർക്കമില്ല. ഇത് പിണറായി വിജയന്റെ ശൈലിമാറ്റത്തിന്റെ പ്രശ്നമോ പിണറായി വിജയനുള്ള ഭരണവിരുദ്ധതയുടെ പ്രശ്നമോ ആയിട്ട് കാണുന്നവർക്ക് നല്ല നമസ്കാരം, അത്രേ പറയാനുള്ളൂ. CPM നേരിടുന്ന പ്രശ്നം അതല്ല.
അത് CPM-നെ സ്നേഹിക്കുന്നവർക്ക് അറിയാമെന്നേ. CPM നേരിടുന്ന ആഴത്തിലുള്ള സംഘടനാപരമായ പ്രശ്നമാണ്. ആ സംഘടനാപരമായ പ്രശ്നത്തിന് സംഘടനാപരമായ പരിഹാരം ഉണ്ടാവണം. ആ പരിഹാരത്തിൽ ഉണ്ടാവാനാണ് ഇന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ആണല്ലോ, വൈകുന്നേരം 4 മണിക്ക് ഗോവിന്ദ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ. ഇത് FV ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റായിട്ടൊന്നും ആരും ചിത്രീകരിക്കാൻ കണ്ടതില്ല. പക്ഷെ പാർട്ടിയുടെ കളക്റ്റീവ് ലീഡർഷിപ്പ്, അതാണ് ആ കളക്റ്റീവ് ലീഡർഷിപ്പ് താഴേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്തായിരുന്നു? അവിടെ കറക്ഷൻ വരുത്തണമെന്ന സ്റ്റേറ്റ് കമ്മിറ്റി നടന്ന റിവ്യൂവിൽ എത്രത്തോളം പോകാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടും. അങ്ങനെ പാർട്ടിക്ക് തിരുത്താൻ കഴിയും. അങ്ങനെ തിരുത്തലുണ്ടാകും. അതാണ് അങ്ങയുടെ ആംഗിൾ, അങ്ങയുടെ പോയിന്റ് പൂർത്തിയായെന്ന് വിചാരിക്കുന്നു. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞതാണ്, ജനവിധിയെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം അത് പിണറായി വിജയനാണ്, രണ്ടാമത്തെ ഘടകവും പിണറായി വിജയനാണ്, മൂന്നാമത്തെ ഘടകവും പിണറായി വിജയനാണ്. അതായത് അത് കഴിഞ്ഞ് മറ്റേതും ഘടകവും വരുന്നുള്ളൂ എന്നാണ് വ്യക്തിപരമായി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട്, ഉണ്ടായിരുന്നു എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. ഈ ഫലം കാണുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അതല്ല CPM പറയുന്ന പോലെ, അല്ലെങ്കിൽ CPM നേതാക്കളുടെ അങ്ങനെ കാര്യമായി പ്രതികരണം വന്നില്ല. ഇപ്പോൾ 4 മണിക്ക് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നമ്മൾ കാത്തിരിക്കുന്നു. ശ്രീ M. ജയചന്ദ്രൻ പറഞ്ഞ പോലെ പാർട്ടി മിഷണറി തിരുത്തൽ വരാത്തത് കൊണ്ട് സംഭവിച്ച തോൽവി അങ്ങനെയാണോ? ഭരണവിരുദ്ധ വികാരമില്ലേ? അതോ അതവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ ഇത്ര വലിയ തോൽവിയിലും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണോ? നോക്കൂ ശ്രീ രതീഷേ, കേരളത്തിലെ CPM കഴിഞ്ഞ 10 വർഷമായിട്ട് സംഘടനാപരമായി അവർ പിണറായി വിജയന്റെ കീഴിലാണ്. പിണറായി വിജയൻ സംഘടനയ്ക്ക് മുകളിലാണ്. അദ്ദേഹമാണ് സംഘടനയെ നിയന്ത്രിച്ചിരുന്നത്. പാർട്ടി സെക്രട്ടറി അദ്ദേഹം പറയുന്നതായിരുന്നു പാർട്ടി നയമാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. ഒറ്റ കാര്യം ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട PM-ശ്രീ പദ്ധതി ഒപ്പിട്ടത് പാർട്ടി പോലും അറിഞ്ഞിട്ടില്ല, മുന്നണി അറിഞ്ഞിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ പാർട്ടി ഇന്ന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറയാനുള്ള കാര്യം ഞാൻ വേണം ഇപ്പൊ പറഞ്ഞുതരാം. അവർക്കൊരു സ്ഥിര ശൈലിയുണ്ട്. ജനങ്ങളുടെ വിധി അംഗീകരിക്കുന്നു, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും, പരിശോധിക്കും, അത് നോക്കുന്നൊക്കെ പറഞ്ഞ സ്ഥിരം പല്ലവി. ഒരു പരിശോധന നടക്കില്ല ഈ പാർട്ടിയില്. കാരണം ഈ പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഇതിൽ മുതലാളിത്ത സമീപനത്തോടു കൂടിയ ചിന്ത കൊണ്ടു നടക്കുന്ന ഒരു ബൂർഷ്വാ ചിന്താഗതിക്കാരുടെ കൂട്ടാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് ഈ പാർട്ടിയിലില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നവരാണ് ഇപ്പൊ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. G. സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് പാർട്ടി, ശ്രീ ജയചന്ദ്രന്റെ നാട്ടുകാരനാണല്ലോ. G. സുധാകരൻ കമ്മ്യൂണിസ്റ്റ് അല്ല, മാർക്സിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് പുറംതള്ളി ആ സുധാകരനെ ഈ 1,00,000 വോട്ടിന് നിയമസഭയിലേക്ക് അയച്ചു ജനം. അപ്പൊ അവിടെ ഏത് പാർട്ടിയാ ജനം അംഗീകരിച്ചത്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായ സുധാകരൻ കോൺഗ്രസ് അല്ലല്ലോ, കോൺഗ്രസ് പിന്താങ്ങുന്നല്ലേ ഉള്ളൂ. അതല്ലേ അതിനും അപ്പുറത്തിപ്പോൾ TK ഗോവിന്ദന്റെ ജയം. അവിടെ CPM-കാർ വോട്ട് ചെയ്യാതെ TK ഗോവിന്ദൻ ജയിക്കുമോ? V. കുഞ്ഞികൃഷ്ണൻ 40,000 ഇപ്പൊ TI മസൂദൻ ആയതുകൊണ്ട് 30,000 40,000 വോട്ടിന് ജയിക്കുന്നു. അതിനും അപ്പുറത്തെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവിടുത്തെ നേതാക്കളുമായൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ V. കുഞ്ഞികൃഷ്ണന്റെ ജയം, CPM-കാർ വോട്ട് ചെയ്യാതെ പാർട്ടി കോട്ടയിൽ എങ്ങനെ ഒരു ജയമുണ്ടാകും? അപ്പോൾ CPM-കാരുടെ പിന്തുണ പോലും ആർജിക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ അമ്പലപ്പുഴയിലെ സാഹചര്യം അങ്ങ് ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഈ പാർട്ടിയെ തിരുത്തേണ്ടതുണ്ട്, സർക്കാരിനെ തിരുത്തേണ്ടതുണ്ട്, മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടതുണ്ട് എന്നൊരു വികാരം ഉണ്ടായിരുന്നതും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുന്നിടത്താണ് അത്ഭുതം തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവര് ഈ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദൻ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിരുന്നില്ലല്ലോ. അദ്ദേഹം ഈ പിണറായി വിജയന്റെ പാരമ്പര്യമുള്ള നേതാവാണ്. MV ഗോവിന്ദന്റെ പാരമ്പര്യമുള്ള നേതാവാ. പക്ഷെ അദ്ദേഹത്തെ അവർ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. നാളെ അദ്ദേഹം MLA ആ. CPM-ന്റെ ഒരു ഒരു ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ നാളെ കോൺഗ്രസ് പിന്തുണയോടെ MLA ആ. ചരിത്രം വഴിമാറുന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് തന്നെ ഇവർ പറയില്ല. എന്താ കാരണം എന്നറിയാമോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ ശൈലിക്കെതിരാണെന്നാണ്. അതിവർ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല, പാർട്ടി സമ്മതിക്കില്ല. അതിനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. പിണറായി വിജയന്റെ ശൈലിയാണ് ഈ പാർട്ടിയെ തോൽപ്പിച്ചെന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരു നേതാവ് ഇപ്പോഴും വന്നിട്ടില്ല. ഉള്ളവരൊക്കെ പുറത്തേക്ക് പോകുന്നു. അവർ പുറത്തുനിന്നവരെല്ലാരും പറഞ്ഞല്ലോ. TK ഗോവിന്ദൻ എന്തായാലും കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ CPM-ലായിരുന്നല്ലോ. G. സുധാകരൻ 3 മാസം മുമ്പ് വരെ CPM-ലായിരുന്നല്ലോ. കുഞ്ഞികൃഷ്ണൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്നവരെ CPM-ലായിരുന്നല്ലോ. അപ്പൊ ഇവരൊക്കെ പുറത്തു വന്നിട്ട് പറയുമ്പോൾ ഇവരൊക്കെ കുലംകുത്തികളായി. ഈ കുലംകുത്തികളെയാണ് പാർട്ടിക്കാർ അംഗീകരിച്ചത്. നോക്കൂ, തളിപ്പറമ്പ് ആ മണ്ഡലം രൂപീകരിച്ച മുതലേ CPM, ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലമായിരുന്നു കഴിഞ്ഞ തവണ. അതുപോലെ പയ്യന്നൂർ തുടക്കം മുതലേ CPM. ഇപ്പൊ എവിടെ നിന്നിട്ട് കോൺഗ്രസിന്റെ കയ്യിലല്ലേ, ഫലത്തിൽ കോൺഗ്രസിന്റെ കയ്യിലല്ലേ. ജയിച്ചപ്പോ ത്രിവർണ്ണ ഷാളല്ലേ ഇട്ടത്.
ജയിച്ചപ്പോൾ മുദ്രാവാക്യം വിളിച്ചത് വി ഡി സതീശനും ചെന്നിത്തലയ്ക്കും വേണുഗോപാലിനും അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ CPM-ന്റെ യഥാർത്ഥ പ്രവർത്തകരെ അവര് തിരുത്തിച്ചു. ഇതാ നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് ജയേന്ദ്രൻ പറഞ്ഞ ശരിയാ. പാർട്ടി ശിക്ഷിച്ചു, പക്ഷെ ജനങ്ങളെ ശിക്ഷിക്കുകയല്ലേ, ജനങ്ങൾ വലിച്ചു പുറത്തിട്ടു. പാർട്ടിക്കാര് CPM-നെ ശിക്ഷിച്ചു ഈ വോട്ടിലൂടെ, പക്ഷെ ജനങ്ങള് ഭരണത്തിൽ നിന്നും അവരെ വലിച്ച് പുറത്തേക്കിട്ടു. അങ്ങനെ അവര് ഭരണം അവസാനിപ്പിച്ചു. ഈ ഭരണം അവസാനിപ്പിച്ച് 5 വർഷം പ്രതിപക്ഷത്തിരിക്കണം. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് തെരഞ്ഞെടുക്കുന്ന തർക്കമാണ് ഇപ്പൊ ആ പാർട്ടിയില്. ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, തർക്കമാണ് പ്രതിപക്ഷ നേതാവ് ആരാകണം. ശ്രീ പിണറായി വിജയൻ ആകണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം ആയിക്കഴിഞ്ഞാൽ ഈ ശൈലി തന്നെ ആണല്ലോ പാർട്ടി തുടരുക. അപ്പോൾ 2016 പറഞ്ഞ കാര്യങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരിക്കാൻ പറഞ്ഞൊക്കെ വീണ്ടും പുനരാവിഷ്കരിക്കാൻ ഒരു പറ്റി വരില്ലേ? KSRTC ബസ്സുകളൊക്കെ ഇനി പേടിച്ചു നിൽക്കും, സർക്കാർ ഓഫീസുകൾ പേടിച്ചു നിൽക്കും. കാരണം എന്താ? ഇന്നേ വരെ KSRTC ബില്ലിനെ ചില്ല് പൊട്ടിച്ചിട്ടില്ല 10 വർഷമായിട്ട്. ഒരു സർക്കാർ ഓഫീസിനും കല്ലെറിഞ്ഞിട്ടില്ല 10 വർഷമായിട്ട്. ഇവർ ഇന്നലെ തന്നെ തുടങ്ങിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ശൈലി മാറ്റണം. എം ജയചന്ദ്രൻ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സെബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, ശ്രീ എൻ ശ്രീകുമാർ പറയുന്ന വിമർശനത്തോടും യോജിക്കുന്നില്ല, ഞാൻ പറഞ്ഞ പോയിന്റുകളോടും അങ്ങ് വിയോജിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ തന്നെയാണ്, അങ്ങനെ പിണറായി വിജയനെതിരായ മുഖ്യമന്ത്രിക്കെതിരായ വികാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ, പാർട്ടിയുടെ ഭാഗത്താണ് തിരുത്തൽ വേണ്ടതെങ്കിൽ പിണറായി തന്നെയല്ലേ സ്വാഭാവികമായും പ്രതിപക്ഷത്തെ നയിക്കുക? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം തന്നെയായിരിക്കും ഉചിതനായ നേതാവ്, അദ്ദേഹം തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഒരു തീരുമാനം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, ജി സുധാകരന്റെയും കുഞ്ഞുകൃഷ്ണന്റെയും TK ഗോവിന്ദന്റെയും പുറത്ത് കടക്കലും അവരിപ്പോ MLA ആയതും ഇതിലെ പിണറായി വിരുദ്ധതയും പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തോടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറയട്ടെ, അല്ലെങ്കിൽ UDF നേതാവ് പറയട്ടെ, ഈ 3 പേർ, ജി സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ എന്നിവർ CPM-ന് പുറത്ത് വന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് UDF പിന്തുണ കൊടുത്തത്, അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാനും UDF പിന്നീട് പിന്തുണയ്ക്കാനും തീരുമാനിച്ചത് അവർ ഉയർത്തിയ പിണറായി വിരുദ്ധതയുടെ പേരിലാണെന്ന് ഏതെങ്കിലും ഒരു UDF നേതാവ് ഉത്തരവാദിത്തോടെ പറയട്ടെ. ഞാൻ നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ്. 2, ഇനി ഈ ജി സുധാകരനോ കുഞ്ഞികൃഷ്ണനോ TK ഗോവിന്ദനോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിണറായി ഭരണത്തിനെതിരെ, പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ എവിടെയെങ്കിലും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഈ 3 പേരിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഇപ്പൊ ഇവിടെ പാർട്ടിയെ നിയന്ത്രിച്ചതും നയിച്ചതും പിണറായി ആയിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞ പോയിന്റ്. പാർട്ടിയെ നിയന്ത്രിച്ചതും നയിച്ചതും പിണറായി ആയിരുന്നു. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ? ഞാൻ ചോദിക്കുന്ന അവരുടെ അഭിപ്രായം ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം അവിടെ നിൽക്കട്ടെന്നേ. നിങ്ങൾ കടിച്ചു തൂങ്ങണ്ട. ഞാൻ ചോദിക്കുന്നത്, ജി സുധാകരന്റെയും കുഞ്ഞികൃഷ്ണന്റെയും TK ഗോവിന്ദന്റെ അഭിപ്രായത്തിൽ പിണറായി വിരുദ്ധത അവരെവിടെങ്കിലും പറഞ്ഞോ? ഈ പുറത്ത് MLA-മാരായി ജയിച്ചതിന് ശേഷവും പിണറായി വിരുദ്ധത കൊണ്ടാണ് താങ്കൾ പുറത്ത് കടന്നതെന്നും മത്സരിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശദമായ കാര്യങ്ങളിലേക്ക് പോയില്ല എന്നതേ ഉള്ളൂ. ഇല്ല, ജി സുധാകരൻ പറഞ്ഞിട്ടില്ല രതീഷ്, എനിക്കറിയാം. ഞാൻ ഇവരെ എല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെയും ഡെവലപ്മെന്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ല, പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ സംഘടനാപരമായി ജില്ലാ കമ്മിറ്റികൾക്ക് സംഭവിച്ച പിഴവ് അത് ആലപ്പുഴയിലും കണ്ണൂരിലും സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവ് എന്തുകൊണ്ട് സംഭവിച്ചുള്ളതിന് പരിശോധിക്കാൻ ഇരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറയുന്നു പിണറായി വിജയനാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, പാർട്ടി എന്ന് പറഞ്ഞാലും പിണറായി വിജയനാണ് അത്രേ. നിങ്ങൾക്ക് ഈ CPM-നെ കുറിച്ച് പണ്ട് പിണറായി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന്. അത് തന്നെ തിരിച്ച് ഇപ്പോഴും പറയാനുള്ളൂ. CPM എന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അതിന്റെ മണിയും കിണിയും അറിയത്തില്ല എന്ന് നാടൻ ഭാഷ പറയും. അപ്പോൾ ചുരുക്കത്തിൽ പിണറായി വിജയൻ തന്നെ ഇപ്പോൾ സംഘടനാ രീതിയെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയില്ലായിരിക്കാം, ജനങ്ങൾക്കറിയില്ലായിരിക്കാം, അത് CPM-നെ അറിയുള്ളായിരിക്കാം. പാർട്ടിയിൽ അപ്പോൾ ചില ഘട്ടങ്ങളിൽ തീപ്പന്തമായി മാറാറുണ്ട്. അത് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി തന്നെ നയിക്കും പ്രതിപക്ഷത്തെ എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? വേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നിൽക്കുക. ജനങ്ങളെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്നവരാണ് പിന്നെ രതീഷ് അനിരുദ്ധനും എൻ ശ്രീകുമാറും എന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഒരിക്കലും അത്തരമൊരു തെറ്റിദ്ധാരണ ഇല്ലല്ലോ. അത്തരമൊരു തെറ്റിദ്ധാരണ CPM-നോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നവർക്കോ ആവശ്യമില്ല. അതാണല്ലോ ഈ ജനവിധിയിൽ വ്യക്തമായത്. എനിക്കില്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടാ പറഞ്ഞത്. ജയചന്ദ്രന്റെ അഭിപ്രായമാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടേ പറയൂ ഏത് കാര്യവും എന്നെ വിളിച്ചാൽ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഫോളോ ചെയ്തിട്ടാണ് ഓരോ കാര്യവും പറയുന്നത്. പിന്നെ ശരി, CPM നെ നമുക്ക് അവസാന സംബന്ധിച്ച് പോയിന്റിലേക്ക് എത്തിയാൽ എനിക്ക് അപ്പോൾ ബോധ്യമുള്ള പിണറായി വിജയൻ ആകുമോ അതിന്റെ പ്രതിപക്ഷ ഒരുപാട് അദ്ദേഹം തന്നെ നയിക്കുന്നതാണ് ഉചിതം പറയുന്നത്. എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? ആ ചോദ്യത്തിലേക്ക്, അതിന്റെ മറുപടിയിലേക്ക്, അങ്ങ് അദ്ദേഹം തന്നെ നയിക്കുന്നതാണോ ഉചിതം അങ്ങയുടെ അഭിപ്രായം? ഏതാ പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പ്രതിപക്ഷ നയിക്കാൻ ഉചിതമായ നേതാവ്, ഉചിതനായ നേതാവ് അത് പിണറായി തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം അങ്ങ് പ്രതീക്ഷിക്കുന്നു ആണോ? അല്ല, പ്രതിപക്ഷത്തിനെ നയിക്കേണ്ടത് പിണറായി തന്നെയാണ്. പിണറായി തന്നെയാണെന്നേ. പാർട്ടിയാണ് തോൽക്കുന്നത്, പിണറായി വിജയൻ അല്ല തോറ്റത്. ആ പാർട്ടിയെ കരുത്തോടുകൂടി വീണ്ടും റിജുവിനേറ്റ് ചെയ്യണമെങ്കിൽ പിണറായി തന്നെ വേണം എന്ന് പറയുന്ന ആളാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ അത് എന്ത് വേണമെന്നുള്ള ആ പാർട്ടിയുടെ ഘടനയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തന്നെയാണ് വരേണ്ടത് എന്നെനിക്ക് ഒരു തർക്കവുമില്ല കാര്യത്തിൽ. അദ്ദേഹത്തിന് എല്ലാ ദിവസവും അസംബ്ലി വരാൻ കഴിയില്ലായിരിക്കും, എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവിന്റെ റോഡ് നിർവഹിക്കാൻ കഴിയില്ലായിരിക്കും. അതിന് മറ്റു ആൾക്കാരുണ്ടല്ലോ പാർട്ടിയിൽ, ഒറ്റയ്ക്കല്ലല്ലോ. പക്ഷെ ചെയ്യാൻ നിൽക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ കാണുന്ന കാര്യം, അതാണ് എന്റെ അഭിപ്രായവും. നന്ദി. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ് മത്സരിച്ചത്, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു. പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വിജയിച്ചു. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതാണ് ഉചിതം. പിണറായി വിരുദ്ധത ഉണ്ടായില്ല, അതല്ല വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ KN ബാലഗോപാലുണ്ട്, അല്ലെങ്കിൽ അതിന് താഴേക്ക് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തേണ്ടി വരും. അവിടെയും പലരും പരാജയപ്പെട്ടു പോയി, 2 പേർ വിജയിച്ച സാഹചര്യവുമുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊക്കെ പാർട്ടിയുടെ തീരുമാനം ഉടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മണിക്കൂർ 4 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലുണ്ടായത് പക്ഷേ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിണറായി വിരുദ്ധ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ് എന്ന സെബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായമാണ് വലിയ തോതിൽ പുതിയ ചർച്ചകൾ കൂടി വഴിവെക്കുന്നത്. അതേസമയം CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അത്തരത്തിൽ ഗൗരവതരമായ പ്രതികരണങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. നന്ദി ശ്രീ M. ജയചന്ദ്രൻ, താങ്കളുടെ നിലപാട് വിശദീകരിച്ചു. ഒപ്പം ശ്രീ N. ശ്രീകുമാർ തിരികെ